ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈസിയസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമി എന്ന ചാപ്റ്റർ തീർക്കാനാണ്. അപ്പം അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിതി ആയോഗിനെ പറ്റി പറഞ്ഞു അല്ലേ. നമ്മളെ ഈ ബോൾഡായിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ് ട്രാൻസ്ഫോമിങ് ഇന്ത്യൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും ബോൾഡായിട്ടുള്ള സ്റ്റെപ്പ് എന്നറിയപ്പെടുന്നത് നിതി ആയോഗ് വന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് നിതി ആയോഗിൻ്റെ മറ്റൊരു പേര്. അപ്പം ഈ നിതി ആയോഗിൻ്റെ ഫുൾ ഫോം അപ്പം നിതി ആയോഗ് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ, ആ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തതാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇനി നെക്സ്റ്റ്, നിതി ആയോഗിന് തന്നെ 2 മുത്തൻ ഒബ്ജക്റ്റീവുകളുണ്ട്. എന്തൊക്കെയായിരുന്നു? ഒന്ന് എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് തിങ്കിങ് ആയിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ തിങ്ക് ടാങ്ക് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിരുന്നു അല്ലേ നിതി ആയോഗിനെ. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുത്തൻ ഐഡിയകളും ആശയങ്ങളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. കാരണം നിയോ ലിബറൽ എറയിലാണല്ലോ നമ്മുടെ നിതി ആയോഗ് വന്നത്. അതുകൊണ്ടാണല്ലോ നിതി ആയോഗ് വന്നത്. എല്ലാം ഫ്രീഡം ആക്കി, അപ്പോൾ റെസ്ട്രിക്ഷൻസൊക്കെ ഒഴിവാക്കി. വൻ റെസ്ട്രിക്ഷൻസും പ്ലാനിങ്ങും റെഗുലേഷൻസും ആയിരുന്ന പ്ലാനിങ് കമ്മീഷനെ മാറ്റിയിട്ട് കുറച്ചും കൂടി ഫ്രീഡമും ഫ്ലെക്സിബിലിറ്റിയും ഇന്നോവേഷനും ഒക്കെ ഉള്ള എക്സ്പേർട്ടുകളാണ് അതിന് ഇന്നോവേഷൻ ചെയ്തിരുന്നത്. അപ്പം അവരൊക്കെ അടങ്ങിയിട്ടുള്ളൊരു പുതിയ നിതി ആയോഗായിട്ട് ആ ഒരു പ്ലാനിങ് കമ്മീഷനെ മാറ്റി. അപ്പം നിതി ആയോഗ് ഈ ന്യൂജൻ അല്ലെങ്കിൽ ന്യൂ ഇറയിലേക്ക് വന്നപ്പോൾ നിതി ആയോഗ് പണ്ടത്തെ പോലത്തെ റെഗുലേഷൻസ് ഒക്കെ മാറ്റിയിട്ട് രണ്ടാമത്തെ മേജർ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കോർപ്പറേറ്റീവ് ഫെഡറലിസമാണ് കൊണ്ടുവന്നത്. അതായത് എല്ലാവർക്കും വോയിസ് ഉണ്ട്, സ്റ്റേറ്റിലത്തെ എല്ലാവരുടെയും കാര്യങ്ങൾ, എല്ലാവരുടെയും ഇഷ്ടങ്ങളെ, എല്ലാവരുടെയും കൺസേൺസിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയിലാണ് കോർപ്പറേറ്റീവ് ഫെഡറലിസം. അതായത് ഇനി തൊട്ട് ഗവൺമെൻറ് മാർക്കറ്റുമായിട്ട് പ്രൈവറ്റുമായിട്ട് കോർപ്പറേറ്റ് ചെയ്യും, അങ്ങനത്തെ കോർപ്പറേറ്റീവ് ഫെഡറലിസം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് മേജർ ഒബ്ജക്റ്റീവ്. എന്തായാലും ചോദിക്കും, ഇന്നോവേറ്റീവ് തിങ്കിങ് ആൻഡ് കോർപ്പറേറ്റീവ് ഫെഡറലിസം. ഇപ്പോൾ പ്രാക്ടിക്കൽ സെൻസിൽ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ ഗവൺമെൻറ് ഈ സെൻട്രൽ ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. ആദ്യം ഒരു സ്വയംഭരണമായിരുന്നില്ലേ, അത് മാറ്റിയിട്ട് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ് പരിഗണിക്കുന്നു. അതായത് സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും പരിഗണിക്കുന്നു. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും നല്ല രീതിയിൽ പരിഗണിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ ആയിരുന്നു അല്ലേ ഈ നിതി ആയോഗ് ഉള്ളത്. നിതി ആയോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. അത് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിനെയും ഉൾപ്പെടുത്തുന്നു. അപ്പോൾ സ്റ്റേറ്റിനെ ഉൾപ്പെടുത്തിയതിൻ്റെ അർത്ഥം എന്താ? സ്റ്റേറ്റിൻ്റെ അടിയിലുള്ള ഓരോ ഡിസ്ട്രിക്റ്റുകളെ ഉൾപ്പെടുത്തും അല്ലേ. ഡിസ്ട്രിക്റ്റുകളോട് ചോദിച്ചിട്ടാണ് സ്റ്റേറ്റ് തീരുമാനങ്ങൾ പറയുക. പിന്നെ ഡിസ്ട്രിക്റ്റുകൾ ലോക്കലിനോട് ചോദിക്കും അല്ലേ. അങ്ങനെ ലോക്കല് പൊതുജനങ്ങളോട് ചോദിക്കും അല്ലേ. അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ്, വികസനമാണ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദേശീയ വികസനമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കോർപ്പറേറ്റീവ് ഫെഡറലിസം മനസ്സിലായല്ലോ. കുറേ കുട്ടികൾക്ക് സംശയമുണ്ട്. അതെന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ ഒന്നിച്ചിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഈ പോസ്റ്റ് 1991, അതായത് ഈ റിഫോംസിന് ശേഷം, പോസ്റ്റ് മീൻസ് ശേഷം, GDP ഗ്രോത്ത് എങ്ങനെയായിരുന്നു എന്ന് കണ്ട്. ആസ് വി ആർ അവെയർ, GDP ഗ്രോത്ത് റേറ്റ് ഇസ് റിഗാർഡഡ് ആസ് എ മോസ്റ്റ് റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഏറ്റവും ട്രൂ ആയിട്ടുള്ള പിക്ചർ തരുന്ന ഈ ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കോണമി വളരുന്നുണ്ടോ താഴുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഈ റിയൽ GDP ആണ് ഇന്ത്യ നോക്കുന്നത്. അതായത് GDP എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. അത് ശരിക്കും എക്കണോമിക് ഗ്രോത്തിലാണ് പോണതെന്ന് കാണിച്ചു തരും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ റിയൽ GDP ഉണ്ട്, നോമിനൽ GDP ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ കേട്ടിട്ടുള്ള വേർഡ്സ് ആണ്. പക്ഷേ എന്താ സംഭവം എന്നൊന്നും ആർക്കാ പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല. അപ്പോൾ റിയൽ GDP എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ GDP കണക്കാക്കുന്നതാണ്. എപ്പോഴും പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കുമല്ലോ. ശരിക്കും പാലിന് 1 ലിറ്ററിന് 10 രൂപയാണ് റേറ്റ് എന്ന് പറയാം. പക്ഷെ അതെപ്പോഴും ഇങ്ങനെ മാറി പാലിന് 15 ആവും, പിന്നെ ചില നേരത്ത് 11 ആവും, ചില നേരത്ത് ഇങ്ങനെയാവും അങ്ങനെയാവും. അപ്പോൾ ആ ഒരു ചില നേരത്ത് 9 ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു എക്കോണമിയിൽ 10 പാലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും.
ഓക്കെ. അപ്പം 10 പാലിന് പണ്ട് 10 രൂപയായിരുന്നു. അപ്പോൾ 100 രൂപയാണ് ശരിക്കും ദ ഫൈനൽ വാല്യൂ ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ GDP എന്ന് പറയുന്ന സംഭവം. ഓക്കെ, 100 രൂപയാണ്. പക്ഷേ പെട്ടെന്ന് പാലിന് 15 രൂപയാക്കി മാറ്റി. അപ്പം ഇപ്പോൾ GDP എന്ന് പറഞ്ഞാൽ 15 × 10 അപ്പോൾ 150 GDP. പക്ഷേ ഈ 150 എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടിയത് കൊണ്ട് മാത്രമാണല്ലോ GDP കൂടിയത്. അപ്പോൾ അതൊരു റിലയബിൾ ആയിട്ടുള്ള സാധനമാണോ? ശരിക്കും പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ടായിരിക്കണം GDP കൂടേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിലാണ് രാജ്യത്ത് ഇക്കണോമിക് ഗ്രോത്ത് വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻ കൂടിയാൽ ഇവിടെ പ്രൊഡക്ഷന് ഒരു മാറ്റവും ഇല്ല അല്ലേ? പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ പ്രൈസ് കൂടിയതുകൊണ്ട് വിലക്കയറ്റം വന്നതുകൊണ്ടാണ് അല്ലേ GDP കൂടിയത്. അപ്പോൾ അതൊരു റിലയബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ രാജ്യത്തുള്ള ബുദ്ധിജീവികളായ എക്കണോമിസ്റ്റുകൾ എല്ലാവരും തീരുമാനിച്ചു നമുക്ക് അതൊരു കോൺസ്റ്റൻറ്റ് പ്രൈസാക്കി വെക്കാം എന്നുള്ളത്. അപ്പം ഇപ്പോൾ രാജ്യത്ത് 15 രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ 10 രൂപ എന്നുള്ള ശരിക്കുമുള്ള ആ പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസ് മാത്രമേ ആ 10 രൂപ എന്നുള്ള പ്രൈസിൽ മാത്രമേ GDP കാണുള്ളൂ. അപ്പം GDP ശരിക്കും കാണിക്കുന്നത് പ്രൊഡക്ഷൻ കൂടുന്നതിനെയാണ് GDP കാണിക്കുന്നത്. GDP എന്താ കാണിക്കുന്നത് ശരിക്കും? ഓൾ ദ ഫൈനൽ വാല്യൂ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് അല്ലേ കാണിക്കുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് എന്നല്ലേ കാണിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പം പ്രൊഡക്ഷൻ കുറേ കൂടിയാലാണ് ഇക്കോണമി ഗ്രോത്തിലാവാമെന്ന് പറയുക, അല്ലാതെ പ്രൈസ് കൂടിയാലല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതേ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ആ പ്രൈസിനെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ 15 രൂപയാണെങ്കിൽ കൂടെ 10 രൂപ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു പ്രൈസ് ഇടുക. അപ്പം 10 രൂപ ആയിരിക്കെ എത്ര പ്രൊഡക്ഷൻ നടന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടലാണ് എക്കണോമിക് ഗ്രോത്ത് വന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റൻറ്റ് പ്രൈസിലാണ് എപ്പോഴും ഇന്ത്യയിൽ ഇപ്പോഴും ശരിക്കും GDP കണക്കാക്കുന്നത്. അതിനെയാണ് ഈ റിയൽ GDP എന്ന് പറയുന്നത്. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കറൻറ്റ് പ്രൈസിൽ കാണുന്നതാണ്. ഇപ്പം മനസ്സിലായില്ലേ എന്താണ് റിയലും നോമിനൽ എന്ന് പറഞ്ഞ GDP എന്ന് പറഞ്ഞാൽ? അപ്പം ഇന്ത്യക്ക് വേണമെങ്കിൽ നോമിനൽ GDP കാണിക്കാം അല്ലേ? കറൻറ്റ് പ്രൈസിൽ പ്രൊഡക്ഷനൊന്നും കൂട്ടാതെ തന്നെ പ്രൈസ് കൂടിയതിൻ്റെ പേരിൽ GDP നല്ലോണം ഉണ്ടെന്ന് പറയാമല്ലോ. പക്ഷേ ഇന്ത്യ ട്രൂ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ കാണിക്കണം എന്ന് ഇന്ത്യയിലത്തെ എക്കണോമിസ്റ്റിന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ആ കോൺസ്റ്റൻറ്റ് പ്രൈസിൽ തന്നെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലല്ല നമുക്ക് എക്കണോമിക് ഗ്രോത്ത് വേണ്ടത്. നമുക്ക് എക്കണോമിക് ഗ്രോത്ത് വേണ്ടത് പ്രൊഡക്ഷൻ കൂടുന്നതിൻ്റെ കണക്കിലാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഈ GDP ആണ് എപ്പോഴും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം മോസ്റ്റ് റിലയബിൾ ഇൻഡിക്കേറ്റർ തന്നെയാണ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് തന്നെയാണ് GDP എന്നുള്ളത്. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ദ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ നമുക്ക് ഷോ ചെയ്യുന്നത് ദ പ്രസൻറ്റ് ഡാറ്റ ഓൺ GDP ഗ്രോത്ത് റേറ്റ് പോസ്റ്റ് 1991 റിഫോമിന് ശേഷം, അതായത് 1991 റിഫോമിന് ശേഷം കണ്ടോ ലെഫ്റ്റ് സൈഡിൽ 1991 തൊട്ട് 2005 വരെ കാണിക്കുന്നുണ്ട്. പിന്നെ റൈറ്റിലേക്ക് വരുമ്പോൾ 2006 തൊട്ട് 2021 വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കിക്കഴിഞ്ഞാൽ 1.05% GDP ആനുവലി പെർസെൻറ്റേജ് ഉണ്ടായിട്ടുള്ളൂ. വർഷത്തിൽ 1 സംതിങ്ങേ ഉള്ളൂ. അത് 2021 ആയപ്പോൾ 8 ആയി. കണ്ടോ, അതിന് മുമ്പ് 2020 നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് പണ്ടത്തേനേലും എത്ര ശതമാനം കൂടി എന്നുള്ളതാട്ടോ ഇവിടെ കാണിക്കുന്നത്. ആ ഒരു ചേഞ്ചാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലാണ്ട് ജസ്റ്റ് 1 അല്ല. ഓക്കെ, അപ്പോൾ പണ്ട് അങ്ങനെ ഒരു ശതമാനം GDPയിൽ ഗ്രോത്ത് വന്നു, അങ്ങനെയാണിത് പറയാം മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ 2021 ആയപ്പോൾ 8% GDPയിൽ ഗ്രോത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിന് മുമ്പത്തെ 2020 കൊറോണ ടൈം ആല്ലേ, ആ ടൈമിൽ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആയിരുന്നു. അപ്പോൾ പണ്ടത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുറവാകുമ്പോഴാണല്ലേ നമുക്ക് നെഗറ്റീവ് കിട്ടുക അല്ലേ? എപ്പോഴാണ് മൈനസ് കിട്ടുക? ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കുമ്പോൾ. അപ്പോൾ പണ്ടത്തെ വലുതായിരുന്നു, ഇപ്പോഴത്തെ ചെറുതാണ്. അപ്പം അങ്ങനെ കുറച്ചപ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് കിട്ടിയത്. ഇതൊക്കെ ആ റിഫോമിൻ്റെ ഭാഗമാണ് അല്ലേ? അപ്പോൾ റിഫോം ഉണ്ടായി 1991 1.05% ഉണ്ടായിരുന്നത് ഇപ്പോൾ 8.68% ആയി. അപ്പോൾ വലിയൊരു ഗ്രോത്ത് റേറ്റ് തന്നെ ഉണ്ട്. ഇപ്പോൾ ചാർട്ട് ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, 0 +0 2 4ൻ്റെ അവിടേക്ക് വരുമ്പോൾ 1991 ഒരു 1.05 തൊട്ട് ഇങ്ങനെ പോയി 2020 ആയപ്പോൾ കണ്ടോ നെഗറ്റീവായി. കണ്ടോ, -6ൻ്റെ അടുത്തേക്ക് ആയി. പിന്നെ 2021 കുത്തനെ ഉയർന്നു, അപ് ടു 8 വരെ ആയി അല്ലേ? 8.6 സംതിങ് വരെ ആയി. നിതി ആയോഗ് സെറ്റപ്പ് ചെയ്തത് എപ്പോഴാണ്? 1 ജനുവരി 2015 ആണ്, മറക്കണ്ട. ഇനി നിതി ആയോഗിനെ പറ്റി എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ? അതൊരു ഡിറക്ഷണൽ ആൻഡ് പോളിസി ഡൈനോമോ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, തിങ്ക് ടാങ്ക് ആണെന്നൊക്കെ പറഞ്ഞു, നമുക്ക് ഡിറക്ഷൻസ് ഗൈഡൻസ് ഒക്കെ പറഞ്ഞു തരും അല്ലേ?
ഇനി നമുക്ക് ഈ നിതി ആയോഗ് വിൽ വർക്ക് ടുവേർഡ്സ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എന്തൊക്കെ മെയിനായിട്ട് 2 ഒബ്ജക്റ്റീവാണ്. ഒന്ന് ഈ ഇന്നോവേറ്റീവ് തിങ്കിങ്ങും, സെക്കൻഡ് വൺ കോർപ്പറേറ്റീവ് ഫെഡറലിസമും. അപ്പം അതുകൂടാതെ തന്നെ കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് നിതി ആയോഗിന്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഇവോൾവ് എ ഷെയർഡ് വിഷൻ ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ്, സെക്ടേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് വിത്ത് ദ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. യെസ്, എല്ലാ സ്റ്റേറ്റുകളെയും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസും എല്ലാ സെക്ടേഴ്സും പിന്നെ സ്ട്രാറ്റജീസും തന്ത്രങ്ങളും ഒക്കെ മെനയുന്നതിനെയാണ് അതാണ് മെയിനായിട്ടുള്ള ഈ ഒബ്ജക്റ്റീവ് ഓഫ് ദ നിതി ആയോഗ് എന്ന് പറഞ്ഞാൽ. രണ്ടുപേരും ഒന്നിച്ച് ഷെയർഡ് വിഷനിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ് ഉണ്ട് അവിടെ, രാജ്യത്തിൻ്റെ വികസനം, അതുപോലെ തന്നെ സെക്ടേഴ്സിൻ്റെ വികസനം, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, പിന്നെ ഈ സ്റ്റേറ്റ് ക്രാഫ്റ്റ് പോലുള്ള രാജ്യതന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് ഒക്കെ വിത്ത് ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റിനെ വളരെ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കിക്കൊണ്ട് ഇങ്ങനെ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസൊക്കെ സെറ്റപ്പ് ചെയ്ത് അതിനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യലാണ്. ഇനി സെക്കൻഡാമത്തെ നിതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവാണ് ടു ഫോസ്റ്റർ കോർപ്പറേറ്റീവ് ഫെഡറലിസം. അപ്പോൾ കോർപ്പറേറ്റീവ് ഫെഡറലിസം എന്താണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനമാണ് കോർപ്പറേറ്റീവ് ഫെഡറലിസം. സോ ഇരട്ട ഫെഡറലിസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണത്തെ മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ദേശീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഇരു കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതാണ് ഇക്കണോമിക് പ്രയോറിറ്റീസ് നേടുന്നതിന് വേണ്ടിയിട്ട്. നിതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക എന്നത്. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇടയിൽ നല്ല ബന്ധം വളർത്താൻ നിതി ആയോഗ് ശ്രമിക്കുന്നു. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ തമ്മിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള നയങ്ങൾ രൂപീകരിക്കാൻ ഇത് സഹായിക്കുന്നു. കണ്ടോ, വിവിധ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പോളിസീസ്, നയങ്ങൾ രൂപീകരിക്കാൻ ഇത് സഹായിക്കുന്നു. ദേശീയ വികസന ലക്ഷ്യങ്ങൾ, നാഷണൽ ഡെവലപ്മെൻറ്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളുടെയും സഹകരണം ഉറപ്പാക്കുന്നു, എല്ലാ സ്റ്റേറ്റുകളുടെയും ഇൻവോൾവ്മെൻറ്റ് ഉറപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത് ടു ഫോസ്റ്റർ ദ കോർപ്പറേറ്റീവ് ഫെഡറലിസം ത്രൂ സ്ട്രക്ചേർഡ് സപ്പോർട്ട് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് മെക്കാനിസംസ് വിത്ത് ദ സ്റ്റേറ്റ്സ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. അപ്പം സ്റ്റേറ്റുമായി നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് എല്ലാ പ്ലാൻസിനെയും കുറേ ഇനീഷ്യേറ്റീവ്സിനെയും ഒക്കെ കൊണ്ടുവരുന്നു. ആൻഡ് റെക്കഗ്നൈസിങ്, ഇവിടെ പ്ലാൻ അല്ല കേട്ടോ കൊണ്ടുവരുന്നത്, ഇനീഷ്യേറ്റീവ്സ്, പുത്തൻ ആശയങ്ങൾ ആരുമായിട്ട് സഹകരിച്ചിട്ട്, സ്റ്റേറ്റുമായി സഹകരിച്ചിട്ട് സ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു ഇനീഷ്യേറ്റീവ്സ് ആണ് കൊണ്ടുവരുന്നത്, പ്ലാനിങ് അല്ല ഇവിടെ. റെക്കഗ്നൈസിങ് ദാറ്റ് സ്ട്രോങ് സ്റ്റേറ്റ് മേക്ക് എ സ്ട്രോങ് നേഷൻ. സ്ട്രോങ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേഷനെ ബിൽഡ് ചെയ്യുന്നത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ദേശത്തിനെ ബിൽഡ് ചെയ്യുന്നത് അതിലത്തെ ഓരോ യൂണിറ്റ്സ് ആയിട്ടുള്ള ഈ സ്റ്റേറ്റ്സ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റേറ്റ്സ് സ്ട്രോങ് ആണെങ്കിൽ അത് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോഴാണല്ലോ ഒരു നേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നേഷനും സ്ട്രോങ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് സ്റ്റേറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, സ്റ്റേറ്റിൻ്റെ ഒപ്പം സ്റ്റേറ്റിന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് പുതിയ പുത്തൻ ആശയങ്ങൾ, ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നു. അപ്പോൾ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഫോസ്റ്റർ കോർപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വെച്ചാൽ നിതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ഈ സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക എന്നത്. അതാണ് ടു ഫോസ്റ്റർ കോർപ്പറേറ്റീവ് ഫെഡറലിസം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് പിടിച്ചോ, ടു ഡെവലപ്പ് മെക്കാനിസംസ് ടു ഫോർമുലേറ്റ് credible plans at the village level and aggregate these progressively at higher levels of government. ഈ വില്ലേജ് ലെവലിൽ തന്നെ ക്രെഡിബിൾ ആയിട്ടുള്ള പ്ലാൻസ് കൊണ്ടുവരിക. അപ്പം ഈ ചെറിയ ലെവലിൽ നിന്നാണല്ലോ വലിയ ലെവൽ ഉണ്ടാകുന്നത്. അതായത് ഈ ചെറിയ വില്ലേജുകൾ കൂടുമ്പോഴാണ് ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ടാകുന്നത്, ഡിസ്ട്രിക്റ്റ് കൂടുമ്പോഴാണ് സ്റ്റേറ്റ് ഉണ്ടാകുന്നത്, സ്റ്റേറ്റ് കൂടുമ്പോഴാണ് ഒരു നേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് ഇവർ വിചാരിച്ചു. അങ്ങനെ വില്ലേജ് ലെവലിൽ തന്നെ ക്രെഡിബിൾ ആയിട്ടുള്ള പ്ലാൻസ് കൊണ്ടുവന്നു. അപ്പോൾ ക്രെഡിബിൾ ആയിട്ട് കുറേ പ്ലാൻസ് കൊണ്ടുവന്നിട്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ട്
ശൂന്യ ക്യാമ്പയിൻ, അതുപോലെ അമൃത്, അതുപോലത്തെ ഇന്ത്യൻ പോളിസി ഇൻസൈറ്റ്, IPI, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ രീതിയിലുള്ള ക്രെഡിബിൾ പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വില്ലേജ് ലെവലിൽ അങ്ങനെ അതിനെ വളർത്തിയെടുക്കുക ആൻഡ് അഗ്രിഗേറ്റ് ദീസ് പ്രോഗ്രസീവ്ലി അറ്റ് ഹയർ ലെവൽസ് ഓഫ് ദ ഗവൺമെൻറ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ലൈഫായാലും അമൃതായാലും എല്ലാത്തിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതിൽ നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നോക്കാം ഇനി 4ാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്. ടു എൻഷുർ ഓൺ ഏരിയാസ് ദാറ്റ് ആർ സ്പെസിഫിക്കലി റെഫേർഡ് ടു ഇറ്റ് that the interest of national security are incorporated in economic strategy and policy. So what do you mean by that? എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക തന്ത്രങ്ങളിലും നയങ്ങളിലും, അതായത് സാമ്പത്തിക തന്ത്രങ്ങൾ ആൻഡ് നയങ്ങൾ മീൻസ് എക്കണോമിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയിലും പോളിസിയിലും ദേശീയ സുരക്ഷയുടെ താൽപ്പര്യങ്ങൾ, അതായത് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ നാഷണൽ സെക്യൂരിറ്റി, അതാണ് ദേശീയ സുരക്ഷയുടെ താൽപ്പര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രത്യേകം പരാമർശിക്കുന്ന മേഖലകളിൽ ഉറപ്പുവരുത്തുക. സോ ടു എൻഷുർ ഓൺ ദ ഏരിയാസ് ദാറ്റ് ആർ സ്പെസിഫിക്കലി റെഫേർഡ് ടു ഇറ്റ്. ഒന്നുമില്ല, അതായത് ഈ നാഷണൽ സെക്യൂരിറ്റീൻ്റെ അലൈൻമെൻറ്റ് ഈ എക്കണോമിക് സ്ട്രാറ്റജിയും നമ്മുടെ പോളിസിയും ഒക്കെ കണക്കിലെടുത്തിട്ടുള്ള രീതിയിലായിരിക്കണം. 5ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ടു പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ സെക്ഷൻസ് ഓഫ് അവർ സൊസൈറ്റി ദാറ്റ് മേ ബി അറ്റ് റിസ്ക് ഓഫ് നോട്ട് ബെനിഫിറ്റിംഗ് ആഡിക്വേറ്റ്ലി ഫ്രം എക്കണോമിക് പ്രോഗ്രസ്. അപ്പം എക്കണോമിക് പ്രോഗ്രസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ, നല്ല എക്കണോമിക് പരമായിട്ട് വികസനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ചില സെക്ഷൻ ഓഫ് പീപ്പിളിന് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല, എത്തിയിട്ടില്ലാത്ത പീപ്പിൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരിലേക്കൊക്കെ എത്തിപ്പെടണം എന്നുള്ളതാണ്, പേ സ്പെഷ്യൽ അറ്റൻഷൻ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് നിതി ആയോഗിൻ്റെ ഒരു ലക്ഷ്യം, 5ാമത്തെ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ നിതി ആയോഗ് വന്നതിന് ശേഷമല്ലേ ഗ്യാസ് സിലിണ്ടറൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തതും കുടുംബശ്രീ അങ്ങനെയുള്ള പലതര തൊഴിലുറപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്തതും. അങ്ങനെ ഈ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തു ഈ സെക്ഷൻസിന് വേണ്ടിയിട്ട്. 6th ഒബ്ജക്റ്റീവാണ് ടു ഡിസൈൻ സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസി. നല്ല തന്ത്രപരവും അതുപോലെ തന്നെ കുറച്ച് കാലം നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള വളരെ നല്ല നയങ്ങളാണ് ആൻഡ് പ്രോഗ്രാംസ് ആണ് ഫ്രെയിംവർക്ക് ചെയ്തത്, ആൻഡ് ഇനീഷ്യേറ്റീവ്സും കൂടിയാണ് ഫ്രെയിംവർക്ക് ചെയ്തത്. ആൻഡ് മോണിറ്റർ ദെയർ പ്രോഗ്രസ് ആൻഡ് ദെയർ എഫിഷ്യൻസി. അപ്പോൾ എത്രത്തോളം ഇതൊക്കെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കി നടത്തുന്നു, മോണിറ്റർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ എഫിഷ്യൻസിയെ ഒക്കെ മനസ്സിലാക്കുന്നു എന്നാണ് പറഞ്ഞത്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജീസും പോളിസീസും. ലോങ് ടേം ആയിട്ടുള്ള പോളിസീസാണ്, ഷോർട്ട് ടേം പോളിസീസ് അല്ല. ടു ഡിസൈൻ സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസി ആൻഡ് പ്രോഗ്രാം ഫ്രെയിംവർക്ക്സ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത് ഡിസൈൻ ചെയ്തെടുത്ത് അതിന് ഇംപ്ലിമെൻ്റ് കൂടെ ചെയ്യണമല്ലേ, എന്നിട്ട് അതിനെ മോണിറ്റർ ചെയ്യണം. അപ്പോൾ മോണിറ്റർ ദെയർ പ്രോഗ്രസ് ആൻഡ് ദെയർ എഫിഷ്യൻസി. അപ്പോൾ ഈ പറഞ്ഞ ലോങ് ടേം പോളിസിയുടെയും പ്രോഗ്രാം ഫ്രെയിംവർക്കിൻ്റെയും ഇനീഷ്യേറ്റീവ്സിൻ്റെയും ഒക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, അതിനെ ഡിസൈൻ ചെയ്യണം, എന്നിട്ട് അതിനെ മോണിറ്ററും കൂടെ ചെയ്യണം. ഇനി 7th ഒബ്ജക്റ്റീവാണ് സോ ടു പ്രൊവൈഡ് അഡ്വൈസ് ആൻഡ് എൻകറേജ് partnerships between key stakeholders and national and international like-minded think tanks as well as educational and policy research institutions. അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അഡ്വൈസ്, നിതി ആയോഗ് അഡ്വൈസും അതുപോലെ തന്നെ എൻകറേജ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഈ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സും അതുപോലെ തന്നെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലൈക്ക് മൈൻഡഡ് തിങ്ക് ടാങ്ക്സുമായിട്ട് എക്സ്പേർട്ടുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നു. എന്നിട്ട് എഡ്യൂക്കേഷണലും അതുപോലെ തന്നെ പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നു. അതുവഴി നമ്മുടെ രാജ്യത്തിന് നല്ല അഡ്വൈസൊക്കെ ഈ നിതി ആയോഗിന് കൊടുക്കാൻ പറ്റുന്നു. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് നല്ലൊരു പാർട്ട്ണറുമായിട്ടാണ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് നല്ലൊരു പഠിക്കുന്ന കുട്ടിയുമായിട്ടാണ്, അല്ലെങ്കിൽ നല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതുപോലെ തന്നെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള തിങ്ക് ടാങ്ക്സുമായിട്ടാണ് നിതി ആയോഗിനെങ്കിൽ ആ ഒരു റിഫ്ലക്ഷൻ എന്തായാലും നിതി ആയോഗിൽ കാണാൻ പറ്റും.
അപ്പം നിതി ആയോഗ് നല്ല അഡ്വൈസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ എന്തൊരു സിമ്പിൾ ആണല്ലേ. എയ്ത്ത് ഒബ്ജക്റ്റീവ് ആണ് ടു ക്രിയേറ്റ് എ നോളജ് ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണോറിയൽ സപ്പോർട്ട് സിസ്റ്റം through a collaborative community of national and international experts, practitioners and other partners. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് വളരെ നോളജബിൾ ആയിട്ടുള്ള ക്രിയേറ്റ് നോളജ് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണോറിയൽ സപ്പോർട്ട്. ക്രിസ്റ്റൽ ക്ലിയർ മലയാളത്തിൽ പറയുകയാണെങ്കിൽ രാജ്യാന്തര വിദഗ്ധരുമായും പങ്കാളികളുമായും സഹകരിച്ച് ഒരു വിജ്ഞാന നവീകരണ സംരംഭം പിന്തുണ സംവിധാനം സൃഷ്ടിക്കുക. സംരംഭക പിന്തുണാ സംവിധാനം സൃഷ്ടിക്കുക. വൺസ് അഗെയിൻ ഓൺടർപ്രണോറിയൽ ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് സംരംഭക പിന്തുണാ സംവിധാനം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത്. അത് ക്രിയേറ്റ് ചെയ്യണം. ഈ ഓൺടർപ്രണോറിയൽ ആയിട്ടുള്ളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ആരുമായിട്ടുള്ളൊരു ബന്ധം, ആരുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ട് രാജ്യാന്തര വിദഗ്ധരുമായിട്ട് ഇൻ്റർനാഷണൽ എക്സ്പേർട്സുമായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ഓൺടർപ്രണോറിയൽ സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത 9th ഒബ്ജക്റ്റീവ് ആണ് ടു ഓഫർ എ പ്ലാറ്റ്ഫോം ഫോർ ദ റീസൊല്യൂഷൻ ഓഫ് ഇന്റർസെക്ടോറൽ ആൻഡ് ഇന്റർഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് in order to accelerate the implementation of the development agenda. ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് അജണ്ട, ഈ വികസനത്തിൻ്റെ ഒരു അജണ്ട ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് മെയിനായിട്ട് പറഞ്ഞാൽ ഈ വികസനം ഒന്ന് ഊർജപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സെക്ടറിലും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് റിസൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നിതി ആയോഗ് മാറുകയാണ്. അപ്പോൾ മലയാളം മീനിങ് ചോദിക്കുകയാണെങ്കിൽ വികസന അജണ്ടയുടെ നടപ്പാക്കൽ ത്വരിതപ്പെടുത്തുന്നതിനായി, അതായത് ആക്സലറേറ്റ് ചെയ്യുന്നതിനായി അന്തർവകുപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു വേദി ഒരുക്കുക എന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വികസന അജണ്ടയുടെ നടപ്പാക്കൽ ഇങ്ങനെ എക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 10th പോയിന്റ് ആണ് ടു മെയിൻറ്റെയിൻ എ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് റിസോഴ്സ് സെൻറ്റർ, ബി എ റീപോസിറ്ററി ഓഫ് റിസർച്ച് ഓൺ ഗുഡ് ഗവർണൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് ഹെൽപ്പ് ദെയർ dissemination to stakeholders. To maintain a state of the art resource എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതുതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ്. റിസോഴ്സ് സെൻറ്ററിനെ ആൻഡ് ബി എ റീപോസിറ്ററി ഓഫ് റിസർച്ച് ഓൺ ഗുഡ് ഗവർണൻസ്. എങ്ങനെയായിരിക്കണം ഗുഡ് ഗവർണൻസ് എന്നുള്ളത് പറയണം. അതുപോലെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയായിരിക്കും ഒരു ഗുഡ് ഗവർണൻസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് എന്തിനൊക്കെയാണ്? സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ്. ഇതിന് മലയാളം ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ ഭരണ നിർവഹണത്തിലെ നല്ല മാതൃകകൾ, സുസ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങളും ഉറവിടങ്ങളും ശേഖരിച്ച് വെക്കുകയും, അതാണ് ദ സ്റ്റേറ്റ് ഓഫ് ആർട്ട്. ഏറ്റവും പുതിയ ഉറവിടങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും ശേഖരിച്ച് വെച്ച് ഈ വിവരങ്ങൾ ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ ഗുഡ് ഗവർണൻസിനൊക്കെ പറ്റി നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്നു. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ സസ്റ്റൈനബിളും ഇക്വിറ്റബിളും ഡെവലപ്മെൻറ്റ് എങ്ങനെ കൈവരിക്കാമെന്നൊക്കെ സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് അത് ആവശ്യമായിട്ടുള്ള ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അത് എത്തിക്കുന്നു. ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന എക്സ്പേർട്ടുകൾക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ അത് എത്തിക്കുന്നു എന്നാണ്. ഏറ്റവും പുതുതായിട്ടുള്ള രീതിയിൽ ഈ ഒരു നമ്മുടെ ഈ സെൻറ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ടു മെയിൻറ്റെയിൻ എ സ്റ്റേറ്റ് ഓഫ് ആർട്ട് റിസോഴ്സ് സെൻറ്റർ. പിന്നെ അടുത്തതാണ് 11th one to actively monitor and evaluate the implementation of the programs and initiatives. അപ്പം പ്രോഗ്രാംസും പുതിയ ഇനീഷ്യേറ്റീവ്സ് ഞാൻ പറഞ്ഞില്ലേ, ലൈഫ്
NDAP, ശൂന്യ ക്യാമ്പയിൻ, ഈ അമൃത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇനീഷ്യേറ്റീവ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഇനീഷ്യേറ്റീവ്സും പ്രോഗ്രാംസും ആണ് ഇതൊക്കെ. അപ്പോൾ ഈ പ്രോഗ്രാംസും ഇനീഷ്യേറ്റീവ്സൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ മോണിറ്റർ ചെയ്യണം, ആക്റ്റീവായിട്ട് അത് എന്താ നടക്കണേ, എങ്ങനെയാണ് അത് നടപ്പിലാക്കുന്നത് എന്നുള്ളത് മോണിറ്റർ ചെയ്യണം, നിരീക്ഷിക്കണം. ഓക്കെ, ആൻഡ് ഇവാലുവേറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ. ഇനി അതിനുശേഷം ഇൻക്ലൂഡിങ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ഈ പറയുന്ന ഈ മോണിറ്റർ ചെയ്യുമ്പോഴും ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രോഗ്രാംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ് കൂടാതെ തന്നെ ഇൻക്ലൂഡിങ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ നീഡഡ് റിസോഴ്സസ് സോ ആസ് ടു സ്ട്രെങ്തൻ ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഡെലിവറി. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഈ നീഡഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടല്ലോ, അതൊക്കെ കണ്ടെത്തണം. ഐഡൻറ്റിഫിക്കേഷൻ, അപ്പോൾ നമുക്ക് സക്സസ് ആവാനായിട്ടുള്ള ഈ ഇനീഷ്യേറ്റീവ്സൊക്കെ കൊണ്ടുവന്നു പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊക്കെ വേണ്ട റിസോഴ്സസ് കണ്ടെത്തണം. സോ ആസ് ടു സ്ട്രെങ്തൻ ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഡെലിവറി. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടും, മണിയാണ് ഫസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കണ്ടെത്തിയിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ നെക്സ്റ്റ് ആയിട്ടുള്ള 12th ഒബ്ജക്റ്റീവാണ് ടു ഫോക്കസ് ഓൺ ടെക്നോളജി അപ്ഗ്രഡേഷൻ. അപ്പോൾ എത്രത്തോളം ടെക്നോളജി അപ്ഗ്രേഡ് ആവുന്നു അത്രത്തോളം പ്രോഗ്രാംസ് എല്ലാം ഫാസ്റ്റർ ആവും. ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, വലിയ വലിയ മെഷീൻസൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവും. അങ്ങനെ കപ്പാസിറ്റി ബിൽഡിംഗ് ഉണ്ടാക്കാം ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്. ഈ പറഞ്ഞ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, നാഷണൽ ഡാറ്റ ആൻഡ് അനാലിസിസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ ഡാറ്റകളും വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനായിട്ട് ഫോർ ഓൾ ദി ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പം എന്ത് ഇൻഫർമേഷൻ, ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡാറ്റകളുടെ ഇൻഫർമേഷനും നാഷണൽ ഡാറ്റ ആൻഡ് അനലിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള നിതി ആയോഗിൻ്റെ ഇനീഷ്യേറ്റീവിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ ബിൽഡ് ചെയ്യാൻ നല്ല ടെക്നോളജി, നല്ല സോഫ്റ്റ്വെയർ ഒക്കെ വേണ്ടേ. അതാണ് ഇവിടെ പറഞ്ഞത്, ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രോഗ്രാംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സിന് വേണ്ടിയിട്ട് ഫോക്കസ് ഓൺ ടെക്നോളജി അപ്ഗ്രഡേഷൻ ആൻഡ് കപ്പാസിറ്റി അഡീഷൻ. ഇനി 13th ഒബ്ജക്റ്റീവാണ് ടു അണ്ടർടേക്ക് അതർ ആക്ടിവിറ്റീസ് ആസ് മേ ബി നെസസറി ഇൻ ഓർഡർ ടു ഫർദർ ദ എക്സിക്യൂഷൻ ഓഫ് ദ നാഷണൽ ഡെവലപ്മെൻറ്റ് അജണ്ട. സോ അതർ ആക്ടിവിറ്റീസും നെസസറി ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള അതർ ആക്ടിവിറ്റീസും നാഷണൽ ഡെവലപ്മെൻറ്റ് അജണ്ട എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് മെൻഷൻഡ് എബവ്, മേലെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാ ആക്ടിവിറ്റീസും നടത്തിയെടുക്കണം. ഓക്കെ, നെസസറി ആയിട്ടുള്ള. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സിനേക്കാളും ഒക്കത്തിനേക്കാളും വളരെ ഇമ്പോർട്ടൻറ്റും എന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏരിയ ഏതാണെന്നറിയോ? ഈ ബിലോ മെൻഷനഡ് കീ ഇനീഷ്യേറ്റീവ്സ് ഓഫ് ദ നിതി ആയോഗ്. എന്താണ് കീ ഇനീഷ്യേറ്റീവ്സ്? നിതി ആയോഗിൻ്റെ പുതുപുത്തൻ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. അപ്പം 7 പുതുപുത്തൻ ഇനീഷ്യേറ്റീവ്സാണ് നിതി ആയോഗ് ഇന്ത്യനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. ഒന്ന് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇനീഷ്യേറ്റീവാണ്, വിച്ച് എൻവിഷൻസ് റീപ്ലേസിങ് ദ പ്രിവാലൻറ്റ് യൂസ് ആൻഡ് ഡിസ്പോസ് എക്കോണമി. അതായത് ഇപ്പോൾ ഇങ്ങനെ വേസ്റ്റൊക്കെ, പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റൊക്കെ ഒന്നിച്ച് ഇങ്ങനെ ഡിസ്പോസ് ചെയ്യില്ല, അതൊക്കെ മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യലാണ്. ലൈഫിൻ്റെ ഫുൾ ഫോം അറിയണ്ടേ? ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയറമെൻറ്റ് എന്നുള്ളതാണ്. അതിലത്തെ ഒരു LIയും പിന്നെ 4ൽത്തെ ഒരു Fഉം പിന്നെ എൻവയറമെൻറ്റിലത്തെ Eയും കൂടെ കൂട്ടുമ്പോഴാണ് ലൈഫ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ടു ബ്രിങ് ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ് അറ്റ് ദ ഫോർ ഫ്രണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിലൊന്ന് നല്ല ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ക്ലൈമറ്റും നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നതാണ് പറയുന്നത്. പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഓസോൺ ലെയറിലേക്ക് പോകും. ഓസോൺ ലെയർ പിന്നെ ഹോൾസ് വീഴും. ഹോൾസിൽ നിന്ന് പിന്നെ നമുക്ക് തന്നെ നേരെ UV റേസ് അടിച്ചിട്ട് സൺബേൺ സംഭവിക്കുകയാണല്ലോ ചെയ്യുക. അപ്പം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽസ് ആക്ഷനിനെ തന്നെ ഒരു കോറാക്കി നിർത്തുന്നു ഓഫ് ദ ക്ലൈമറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പം ഇൻഡിവിജ്വൽസിൻ്റെ ആക്ഷൻ ഒന്ന് മാറ്റലാണ് ഇവിടെ. അപ്പം പ്ലാസ്റ്റിക് നമ്മൾ ഇവിടെ വീട്ടിലുള്ള എല്ലാ പ്ലാസ്റ്റിക്കും അവർക്ക് കൊടുക്കാൻ പറ്റില്ലേ. അപ്പോൾ അതൊക്കെ ഈ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഡേ ടു ഡേ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫിൽ ചെറിയൊരു മാറ്റം വരുത്തുക ബിഹേവിയറിൽ. അപ്പം ആനുവലി അപ്രോക്സിമേറ്റ് 500 ബില്യൺ പ്ലാസ്റ്റിക് ആണ് ഒരു വർഷത്തിൽ വേൾഡ് വൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് എല്ലാതും ഫയർ ചെയ്ത് കളയാതെ അത് റീസൈക്കിൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് നാഷണൽ ഡാറ്റ ആൻഡ് അനലിറ്റിക്കൽ പ്ലാറ്റ്ഫോം. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ഈ ഒരു ബേസിലാണ്. NDAP എന്നാണ് പറയുന്നത്. നാഷണൽ ഡാറ്റ ആൻഡ് അനലിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഫെസിലിറ്റേറ്റ്സ് ആൻഡ് ഇംപ്രൂവ്സ് ആക്സസ് ടു ദ ഇന്ത്യൻ ഗവൺമെൻറ് ഡാറ്റ. അപ്പം
അത് നല്ല രീതിയിലുള്ളൊരു ആക്സസ് ഇന്ത്യൻ ഗവൺമെൻറ് ഡാറ്റയ്ക്ക് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വൺസ് അഗെയിൻ നാഷണൽ ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം. നെക്സ്റ്റ് ആണ് ശൂന്യ ക്യാമ്പയിൻ എയിംസ് ടു ഇംപ്രൂവ് എയർ ക്വാളിറ്റി ഇൻ ഇന്ത്യ ബൈ ആക്സലറേറ്റിംഗ് ദ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പം ശൂന്യ ക്യാമ്പയിൻ ഇതും എപ്പോഴും ചോദിക്കും, ഇങ്ങനെ ഇലക്ട്രിക് വെഹിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഏത് ഇനീഷ്യേറ്റീവ് ആണ് ഓഫ് ദ നിതി ആയോഗ് എന്ന് എപ്പോഴും ചോദിക്കലുണ്ട്. ശൂന്യ ക്യാമ്പയിനാണ്. അങ്ങനെ ഈ എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പൊല്യൂഷൻ ഇല്ലാതാക്കിയിട്ട് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യാൻ ശൂന്യ ക്യാമ്പയിൻ. പിന്നെ അമൃത് ഈസ് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ ഇൻഫർമേഷൻ ഓൺ ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇപ്പോൾ ഈ പറഞ്ഞ ശൂന്യ ക്യാമ്പയിനിലാണ് ഇലക്ട്രിക് വെഹിക്കിൾസിനെ കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ചുള്ള എല്ലാവിധ ഇൻഫർമേഷൻസും ഈ അമൃത് വഴിയാണ് കിട്ടുക. അമൃത് വഴി. പിന്നെ ഇന്ത്യ പോളിസി ഇൻസൈറ്റ്സ് എന്ന് പറയും, IPI. കണ്ടോ, ഇതുവഴി ഇഫ് യു ക്യാൻ സീ എ പ്രോബ്ലം യു ക്യാൻ സോൾവ് ഇറ്റ് എന്നുള്ള രീതിയിൽ എല്ലാ നയങ്ങളും ഈ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതൊക്കെ കാണിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നെക്സ്റ്റ് ആണ് മെത്തനോൾ എക്കോണമി പ്രോഗ്രാം ഈസ് എയിംഡ് അറ്റ് റെഡ്യൂസിങ് ഇന്ത്യാസ് ഓയിൽ ഇമ്പോർട്ട് ബിൽ. ഇപ്പോൾ ഇന്ത്യ എപ്പോഴും ക്രൂഡ് ഓയിലൊക്കെ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുക പേർഷ്യൻ കൺട്രീസിൽ നിന്നൊക്കെ. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഇമ്പോർട്ടുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെത്തനോൾ എക്കോണമി തുടങ്ങിയത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇല്ലേ, എമിഷൻസ് അത് ആൻഡ് കൺവേർട്ടിങ് കോൾ റിസർവ്സ് ആൻഡ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇൻ ടു മെത്തനോൾ. നിതി ആയോഗിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തതാണ് മെത്തനോൾ എക്കോണമി. നല്ല രസമുണ്ടല്ലേ ഈ പിക്ചർ. ഈ പെട്രോളിനും ഡീസലിനൊക്കെ റീപ്ലേസ് ചെയ്യാനാണ് മെത്തനോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരു പെട്രോൾ പമ്പും ഒരു കാറും. സോ മെത്തനോൾ ഈസ് എ ലോ കാർബൺ ഹൈഡ്രോജൻ കാരിയർ ഫ്യൂവൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈ ആഷ് കോൾ അഗ്രികൾച്ചർ റെസിഡ്യൂ എന്നൊക്കെ കൊണ്ടുവരുന്ന ഫ്യൂവലാണ്. പിന്നെ CO2 ഫ്രം തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് പാത്വേ ഫോർ മീറ്റിംഗ് ഇന്ത്യസ് കമ്മിറ്റ്മെൻറ്റ് ടു COP21. അതൊരു കോൺഫറൻസ് ഓഫ് പാരീസിൽ നടന്നൊരു കോൺഫറൻസാണ് 21. അപ്പോൾ അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ പാരീസ് ക്ലൈമറ്റ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് ക്ലൈമറ്റിൻ്റെ ഈ ടെമ്പറേച്ചർ 2 ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിനെ കുറച്ചിട്ട് 1.5 ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇന്ത്യ ഇങ്ങനെ പാരീസുമായി എഗ്രിമെൻറ്റിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന്. അതായത് എമിഷൻ കുറയ്ക്കുക എന്നുള്ള രീതിയിൽ നോൺ ഫോസിൽ ഫ്യൂവൽസിനെ ദാൻ ഫോസിൽ ഫ്യൂവൽസ് ആയിട്ടുള്ള കോള്, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഫോംഡ് ഓവർ മില്യൺ ഇയേഴ്സ് എഗോ ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. ഇവരെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ എമിറ്റ് ചെയ്യും ഇവർ. അപ്പോൾ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ്. അതുവഴി എയർ കണ്ടീഷൻ കുറച്ചും കൂടി നല്ലതാവും, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ സ്ലോ ആവും, സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സും നല്ലോണം ഉണ്ട്. അപ്പം ഈ കാർബണിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നോൺ ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുമല്ലോ, കാർബണിൻ്റെ എമിഷൻ ഇല്ലാത്ത നോൺ ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് ഈ മെത്തനോളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് മാറാനാണ് നോക്കുന്നത്. അപ്പം ഇന്ത്യ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മെത്തനോൾ ക്യാൻ റീപ്ലേസ് ബോത്ത് ദീസ് ഫ്യൂവൽസ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ ലൈക്ക് പെട്രോളും ഡീസലിനും ഒക്കെ മെത്തനോളിന് എന്തായാലും ഇങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി എയർ പൊല്യൂഷനൊക്കെ മാറ്റാം എന്നാണ് പറഞ്ഞത്. ഓൾദോ സ്ലൈറ്റ്ലി ലോവർ ഇൻ എനർജി കണ്ടൻറ്റ് ദാൻ പെട്രോൾ ആൻഡ് ഡീസൽ, മെത്തനോൾ ക്യാൻ റീപ്ലേസ് ബോത്ത് ദീസ് ഫ്യൂവൽസ് ഇൻ ദ ട്രാൻസ്പോർട്ട് സെക്ടർ. എനർജി സെക്ടറിലായാലും അതുപോലെ തന്നെ റീറ്റെയിൽ കുക്കിംഗ് സെക്ടറിലായാലും റീപ്ലേസിങ് LPG പാർഷ്യലി. അപ്പം ഈ ലിക്വിഡേറ്റഡ് പെട്രോളിയം ഗ്യാസ് ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലൊക്കെ വരുന്ന സിലിണ്ടർ ഗ്യാസ്, അതിനൊക്കെ പാർഷ്യലി മെത്തനോളിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പകുതി LPGയും പകുതി മെത്തനോളും ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കെറോസിനെ മെത്തനോളിന് എന്തായാലും ബീറ്റ് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മെത്തനോൾ എക്കോണമി. ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ ഇനി മറക്കൂല, അതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു കീ ഇനീഷ്യേറ്റീവാണ്, കൺവേർട്ടിങ് കോൾ റിസർവ്സ് ആൻഡ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഇൻ ടു മെത്തനോൾ. മെത്തനോൾ കോളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ അത് കംപ്രസ് ചെയ്തുകൊണ്ട് മെത്തനോളാക്കി മാറ്റുന്നു. നല്ല രസമാണ് മെത്തനോളിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ. അപ്പം ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കോ. ഇനി നെക്സ്റ്റ് ആണ് 7th പോയിൻ്റാണ്, 7th ഇനീഷ്യേറ്റീവാണ് ട്രാൻസ്ഫോമിങ് ഇന്ത്യാസ് ഗോൾഡ് മാർക്കറ്റ് കേട്ടോ.
constituted by Nidhi Aayog to recommend measures for tapping into the potential of the sector and provide a stimulus to exports and economic growth. അപ്പോൾ ഇന്ത്യയിലത്തെ ഗോൾഡ് മാർക്കറ്റിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ എപ്പോഴും ഗോൾഡ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ അല്ലേ ഇമ്പോർട്ട് ചെയ്യുന്നത്. കണ്ടോ, നിതി ആയോഗിൻ്റെ എയിം ടു ട്രാൻസ്ഫോം ഇന്ത്യസ് ഗോൾഡ് മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ബൂസ്റ്റിംഗ് ദി ഡൊമസ്റ്റിക് സപ്ലൈ ഓഫ് ഗോൾഡ് ആൻഡ് റെഡ്യൂസിങ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി. കണ്ടോ, ഗോൾഡ് ഇന്ത്യയിൽ തന്നെ സപ്ലൈ കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മേക്ക് ഇൻ ഇന്ത്യ ഇൻ ദ ഗോൾഡ് സെക്ടർ. അപ്പോൾ ഗോൾഡ് സെക്ടറിൽ ഈ FDIനൊക്കെ പ്രൊമോട്ട് ചെയ്യലാണ്. അപ്പോൾ എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതാണ്, ഗോൾഡിൻ്റെ എക്സ്പോർട്ട് കൂട്ടാൻ ദാൻ ഇമ്പോർട്ട്. നമ്മുടെ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യുക ഗോൾഡിന്, അതാണ് പ്രൊവൈഡ് എ സ്റ്റിമുലസ് ടു എക്സ്പോർട്ട് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ്. അതെന്തായാലും ഇക്കോണമിയുടെ വളർച്ചയെ സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത്. നിതി ആയോഗിനെ പറ്റിയിട്ട് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ തന്നെയാണ്. അതേപോലെ തന്നെ ബാക്കി കുറേ ഒബ്ജക്റ്റീവ്സൊക്കെ കണ്ടോ, ഫോസ്റ്റർ കോർപ്പറേറ്റീവ് ഫെഡറലിസം കണ്ടോ, പിന്നെ വില്ലേജ് ലെവൽ പ്ലാനിങ്ങും പിന്നെ സ്ട്രാറ്റജിക് പോളിസി ഡിസൈനും ആണ് കേട്ടോ. നെക്സ്റ്റ് ആണ് കീ ഇനീഷ്യേറ്റീവ്സ് ഓഫ് നിതി ആയോഗ്. കണ്ടോ, ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയറമെൻറ്റ് ലൈഫ് കണ്ടോ, നാഷണൽ ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം NDAP, പിന്നെ മെത്തനോൾ എക്കോണമി പ്രോഗ്രാം, പിന്നെ വുമൻ ഓൺടർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് പിന്നെ നമ്മളെ ടെക്സ്റ്റിലില്ല കേട്ടോ. നമ്മളെ ടെക്സ്റ്റിൽ 7 ഇനീഷ്യേറ്റീവ്സേ ഉള്ളൂ. ഓൾഡ് ഇനീഷ്യേറ്റീവ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ എഴുതാം, അതാണ് നല്ലത്. സോ ലൈഫ്, NDAP, നാഷണൽ ഡാറ്റ ആൻഡ് അനലിറ്റിക്കൽസ് പ്ലാറ്റ്ഫോം, എല്ലാ അനലിറ്റിക്കൽ കാര്യങ്ങളൊക്കെ തരും. പിന്നെ ശൂന്യ ക്യാമ്പയിന്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ്, പിന്നെ അമൃത് ഫോർ ഇൻഫർമേഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്, പിന്നെ ഇന്ത്യ പോളിസി ഇൻസൈറ്റ്സ്, പിന്നെ മെത്തനോൾ എക്കോണമി, പിന്നെ ട്രാൻസ്ഫോമിങ് ഇന്ത്യാസ് ഗോൾഡ് മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യ പോളിസി ഇൻസൈറ്റ്സിൽ നല്ല നയങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നെക്സ്റ്റ് ആണ് ദർ ആർ ആർഗ്യുമെൻറ്റ്സ് പുട്ട് ഫോർത്ത് ബൈ എക്സ്പേർട്സ് അബൌട്ട് ദ വീക്ക്നെസ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇതിനും ലിമിറ്റേഷൻ ഉണ്ട്. ദേ ആർഗ്യൂ ദാറ്റ് നിധി ഹാസ് എ ലിമിറ്റഡ് റോൾ. അപ്പോൾ നിധീൻ്റെ പ്ലാനിങ് കമ്മീഷന് 1 റോളായിരുന്നു. അപ്പോൾ ആ റോള് കുറച്ചിട്ട് ഇപ്പോൾ നിതി ആയോഗിനെ കൊണ്ടുവന്നപ്പോൾ നിതി ആയോഗിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് റോളായി മാറി ഇത്ര. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് നാഷണൽ പ്ലാൻസ് കൊണ്ടുവന്നിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ പ്ലാൻസിന് പകരം പുതിയ ഇനീഷ്യേറ്റീവ്സ് വില്ലേജ് ലെവലിലൊക്കെ ആലോചിച്ചിട്ട് കൊണ്ടുവരാണ് ചെയ്തിരുന്നത് അല്ലേ, പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് കൺട്രോൾ എക്സ്പെൻഡിച്ചർ. അപ്പം പുതിയ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരുമ്പോൾ എന്തായാലും എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അപ്പോൾ എക്സ്പെൻഡിച്ചറിനൊന്നും കൺട്രോൾ ചെയ്യാൻ നിധിക്ക് പറ്റിയില്ല. ഓർ റിവ്യൂ സ്റ്റേറ്റ് പ്ലാനുകളൊന്നും റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഇതെന്താ അങ്ങനെ പറ്റിയതല്ലേ, സ്റ്റേറ്റിനെ ഇൻവോൾവ് ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റിൻ്റെ പ്ലാൻസ് ഒന്നും റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ദ മേജർ ഷോർട്ട് കമ്മിങ് ഓഫ് ദ നിധി ഈസ് ഇറ്റ്സ് എക്സ്ക്ലൂഷൻ ഫ്രം ദ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. ഏറ്റവും മേജർ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ നിതി ആയോഗ് തീരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ബഡ്ജറ്റ് അനൗൺസ് ചെയ്യില്ല, അതിലൊന്നും നിതി ആയോഗിൻ്റെ എക്സ്ക്ലൂഷൻ ആയിരുന്നു. നിതി ആയോഗ് അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. So it also lacks autonomy and balance of power within the policy making apparatus. ഇപ്പോൾ ബാലൻസ് ഓഫ് പവർ, പിന്നെ ലാക്സ് ഓഫ് ഓട്ടോണമി, അങ്ങനെ ഓട്ടോണമി ആയിട്ട് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. കാരണം സ്റ്റേറ്റുകളോട് ചോദിക്കണം, വില്ലേജിൽ ചോദിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ വിത്തിൻ ദ കണ്ടോ ബാലൻസ് ഓഫ് പവർ വിത്തിൻ ദ പോളിസി മേക്കിംഗ് അപ്പാരറ്റസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് പോളിസി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ടെർമിനേഷൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഹാസ് സ്ട്രെങ്തൻഡ് ദ ഹാൻഡ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് വിത്ത് ഇറ്റ്സ് ഫിക്സേഷൻ ഓൺ നിയർ ടേം മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി. പ്ലാനിംഗ് കമ്മീഷൻ്റെ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഈ പോക്കോട് കൂടെ, ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പാണ് അല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ ഇങ്ങനെ നിലം പതിച്ചോടുകൂടെ അത് സ്ട്രെങ്തൻ ചെയ്തു. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ഒരു ഹാൻഡിനെ സ്ട്രെങ്തൻ ചെയ്തു എന്ന്. വിത്ത് ഇറ്റ്സ് ഫിക്സേഷൻ ഓൺ നിയർ ടേം മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി. അപ്പോൾ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി കിട്ടി എന്നാണ് പറഞ്ഞത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്. ആൻഡ് ദ നാച്ചുറൽ ഇൻസ്റ്റിങ് ടു ലിമിറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പം ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് 2 രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി കിട്ടി, അതുപോലെ തന്നെ നാച്ചുറൽ ഇൻസ്റ്റിങ് ടു ലിമിറ്റ് എക്സ്പെൻഡിച്ചർ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് നിധി ലാക്സ് ദ ഇൻഡിപെൻഡൻസ് ആൻഡ് നിധി ലാക്സ് ദ പവർ ടു പെർഫോം ആസ് എ കൗണ്ടർ
ടു ആക്ട് ആസ് എ വോയിസ് ഓഫ് ഡെവലപ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടൊന്നും നമ്മുടെ നിധിക്ക് പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. കൺസേൺ വിത്ത് ഇനിക്വിറ്റീസ്, അതായത് കൗണ്ടർ വെയ് എന്ന് വെച്ചാലൊക്കെ സ്റ്റേബിളായിട്ട് ബാലൻസ് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല. അതായത് ഇൻഡിപെൻഡൻ്റ് ആവാനൊന്നും പറ്റിയില്ല, പവർ വന്നില്ല എന്നാണ് പറയുന്നത്. ഈ കൺസേൺഡ് വിത്ത് ഇനിക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ജസ്റ്റിസ് പരമായിട്ട് എല്ലാതൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല, എല്ലാ സ്റ്റേറ്റിനൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അതേപോലെ വോയിസ് ഓഫ് ദ സ്റ്റേറ്റ് എൻഹാൻസ് ചെയ്യാൻ ഒന്നിനും പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഓർ റിവ്യൂ സ്റ്റേറ്റ് പ്ലാൻസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുതന്നെ. ഇതൊന്നല്ല നമ്മളെ മെയിനായിട്ടുള്ള ആവശ്യം നിധിയുടെ കീ ഇനീഷ്യേറ്റീവ്സ് അറിയാമെന്നുള്ളതാണ്. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം.